തിരുസഭ സ്വഭാവത്താൽ തന്നെ പാവപ്പെട്ടവളാണ്. കാരണം തിരുസഭയുടെ നാഥനായ ക്രിസ്തു നിസ്വനായി ജീവിച്ചവനാണ്. ഫ്രാൻസിസ് പാപ്പായുടെ ഈ ഒരു ദർശനം തന്നെയാണ് ബഹുമാനപ്പെട്ട കുറ്റിക്കൽ അച്ഛൻ അനുവർത്തിച്ചു പോകുന്നത്. അച്ഛൻ്റെ വിളി കേട്ട് അല്ലെങ്കിൽ അച്ഛൻ്റെ ജീവിത മാതൃക പിന്തുടർന്ന് അനേകർ അച്ഛനെ അനുഗമിച്ചു. അവരിൽ 12 പേരാണ് ഇന്ന് വ്രതവാഗ്ദാനം നടത്തി ഈ സന്യാസ സമൂഹത്തിൽ അംഗങ്ങളായിരിക്കുന്നത് എന്നുള്ളത് സന്തോഷകരമാണ്. അവരിൽ പലരും ചെയ്യുന്ന സേവനങ്ങൾ നമുക്ക് ഊഹിക്കാൻ കഴിയുന്നതിനേക്കാളും വലിയ ത്യാഗം ആവശ്യപ്പെടുന്ന ശുശ്രൂഷകളാണ് എന്ന് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഞാനതിന് സാക്ഷിയാണ്. കാരണം സുബോധം നഷ്ടപ്പെടുകയും മാനസികമായ പല വെല്ലുവിളികൾ നേരിടുകയും ചെയ്യുന്ന നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ തെരുവിൽ നിന്നെടുത്തുകൊണ്ടെന്ന് ശുശ്രൂഷിക്കുന്ന ഇവര് പലപ്പോഴും നേരിടേണ്ടി വന്നത് അവരിൽ നിന്നുള്ള അക്രമങ്ങൾ, കയ്യേറ്റങ്ങൾ, അവരുടെ ഭാഗത്ത് നിന്നുള്ള ഏറ്റവും ഹീനമായ സംസാരങ്ങൾ, മലമൂത്ര വിസർജനങ്ങൾ പോലും വാരി മുഖത്തെറിയുന്ന അനുഭവങ്ങൾ, ഇതൊക്കെയും എല്ലാ ദിവസവും ഏറ്റുവാങ്ങിയിട്ട് ആ ശുശ്രൂഷ അഭംഗുരം തുടരുന്നതിൻ്റെ കാരണം ഈ പിണങ്ങി നിൽക്കുന്നവൻ, അവന് മാനസികമായ വെല്ലുവിളികളുണ്ട് എങ്കിലും അവൻ കർത്താവും രക്ഷകനുമായ ഈശോ മിശിഹ തന്നെയാണ് എന്ന തിരിച്ചറിവ് ഈ സഹോദരങ്ങൾക്കുള്ളത് കൊണ്ടാണ്. ആ ഒരു തിരിച്ചറിവില്ലാത്തവര് ആ ശുശ്രൂഷ ഒരു ദിവസം ഒരാഴ്ച കൊണ്ട് അവസാനിപ്പിച്ച് വീട്ടിൽ പോകും എന്നെനിക്ക് ഉറപ്പുണ്ട്. കാരണം അത്രമേൽ ആഴത്തിൽ കർത്താവിൻ്റെ തിരുമുഖം എല്ലാ പാവപ്പെട്ടവരിലും കാണാൻ കഴിയുന്നു എന്നുള്ളതാണ് ഈ സമൂഹത്തിൻ്റെ സവിശേഷതയും നന്മയും. അവർക്ക് ഒരു കാനോനിക പദവി ഇല്ല എന്നുള്ള സങ്കടം അവരെന്നോട് വന്ന് പങ്കുവെച്ചപ്പോൾ തീർച്ചയായും അവർ ചെയ്യുന്ന ആ വലിയ സേവനത്തെ ഞാൻ ഹൃദയത്തിലെന്നും സൂക്ഷിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ ഒരു സംരംഭത്തിന് വേണ്ടി മുൻകൈയെടുക്കാൻ ഞാൻ തീരുമാനിച്ചത്. അതിനുവേണ്ടി ഉത്തരവാദപ്പെട്ട അധികാരികളുടെ അനുവാദത്തിന് അപേക്ഷിച്ചത്. അതോടൊപ്പം തന്നെ നമ്മുടെ അതിരൂപതാംഗമായ സെബാസ്റ്റ്യൻ മണപ്പാത്ത് പറമ്പിൽ അച്ഛൻ 10-25 വർഷങ്ങൾക്ക് മുൻപ് ഇങ്ങനെ ഒരു വലിയ ശുശ്രൂഷയുമായി കോട്ടയം ഭാഗത്തേക്ക് ഇവിടുത്തെ പള്ളി വികാരിയായിട്ട് സ്വസ്ഥമായി സമാധാനമായി സന്തോഷമായിട്ട് ജീവിക്കാവുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടും അവയെല്ലാം അച്ഛൻ ഉപേക്ഷിച്ചിട്ട് യാതൊരു മുന്നൊരുക്കങ്ങളോ മുൻകരുതലുകളോ സാമ്പത്തികമായ പിൻബലമോ ഇല്ലാതെ കേവലം നിസ്വനായി വണ്ടി കയറി കോട്ടയത്തെത്തി അവിടുത്തെ തെരുവുകളിൽ അലഞ്ഞു നടന്ന് അവരിൽ ഒരാളായി ജീവിച്ച് അവർക്ക് വേണ്ടി ജീവിക്കാൻ തീരുമാനമെടുത്തു. ആ തീരുമാനത്തെ ദൈവം അനുഗ്രഹിച്ചതിൻ്റെ അടയാളമാണ് സെബാസ്റ്റ്യൻ അച്ഛൻ്റെ നേതൃത്വത്തിൽ ഇന്ന് കേരളത്തിൻ്റെ പല സ്ഥലങ്ങളിലും ശിരസ്സുയർത്തി നിൽക്കുന്ന അമ്മ വീട് എന്ന പ്രസ്ഥാനം. ആ പ്രസ്ഥാനം വാസ്തവത്തിൽ അനേകം സുമനസ്സുകളുടെ സഹായമാണ്. ആ ഭവനത്തിൽ പലപ്പോഴും പോയി താമസിക്കാൻ എനിക്കിട വന്നിട്ടുണ്ട്. 10, 60, 70 കുഞ്ഞുങ്ങളെ സ്വന്തം മക്കളെ പോലെ കരുതി പോറ്റി വളർത്തുക, കൊച്ചു പിള്ളേരെ എല്ലാം കുളിപ്പിച്ച് സ്കൂളിൽ വിടാൻ വേണ്ടി ഒരുക്കുക. അപ്രകാരം ചെയ്യാൻ സാധിക്കുക. അതൊരു വൈദികനാണ് ചെയ്യുന്നത്. 2 പിള്ളേരെ സ്കൂളിൽ വിടുന്നതിൻ്റെ ബുദ്ധിമുട്ട് ഇവിടുത്തെ അമ്മമാർ അനുഭവിച്ചിട്ടുണ്ട്. വാസ്തവത്തിൽ 10-70 പിള്ളേരെ ഇങ്ങനെ ഒരുക്കി സ്കൂളിൽ എല്ലാ ദിവസവും വിടുക എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമല്ല എന്ന് അത് കണ്ടിട്ടുള്ള എനിക്കറിയാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഇങ്ങനെ ഈശോയോടുള്ള സ്നേഹം, സുവിശേഷത്തോടുള്ള പ്രതിബദ്ധത, അത് ഏറ്റവും അർത്ഥപൂർണമായി പ്രകടമാക്കാൻ കഴിയുന്നത് ഇപ്രകാരം സമൂഹത്തിൽ ഏറ്റവും അവഗണിക്കപ്പെട്ടവരുടെ ഒപ്പം നിന്ന് അവരെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുമ്പോഴാണ് എന്ന് നമ്മൾ തിരിച്ചറിയാം. സെബാസ്റ്റ്യൻ അച്ഛൻ ഇതിനോടകം 700-ലധികം കുഞ്ഞുങ്ങളെ ഇപ്രകാരം വളർത്തിയെടുത്ത്
സമൂഹത്തിൻ്റെ മുഖ്യധാരയിലെത്തിച്ച് നല്ല ജോലി, സ്ഥിരതയും അതുപോലെ വരുമാന മാർഗങ്ങളുമുള്ള കുഞ്ഞുങ്ങളാക്കി മാറ്റി എന്ന് കാണുമ്പോൾ അച്ഛൻ്റെ സേവനം സ്വർഗത്തിന് എത്രമേൽ പ്രീതികരമായിരുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഈ രണ്ട് വിശുദ്ധ വൈദികരുടെ സുവിശേഷത്തോടുള്ള പ്രതിബദ്ധത ചേർത്ത് വെച്ചപ്പോഴാണ് നമ്മൾ ഇന്ന് സാക്ഷ്യം വഹിക്കുന്ന മിഷണറി സൊസൈറ്റി ഫോർ ദ മാർജിനലൈസ്ഡ് എന്ന ഈ അപ്പസ്തോലിക സമൂഹം രൂപം കൊള്ളുന്നത്. പ്രിയപ്പെട്ടവരെ, നമുക്കെല്ലാവർക്കും ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഇവര് ഇങ്ങനെ ഒരുമിച്ച് ചേരാൻ വേണ്ടി തീരുമാനമെടുക്കുക അത്ര എളുപ്പമുള്ള കാര്യമൊന്നും ആയിരുന്നില്ല. ഒരുപാട് പ്രതിസന്ധികളും അതുപോലെ തടസ്സങ്ങളുമൊക്കെയും സംഭവിച്ചപ്പോഴും ഞാൻ സൂക്ഷ്മമായി മനസ്സിലാക്കിയായിരുന്നു, പരിശുദ്ധാത്മാവ് ഇവരെ എപ്പോഴും ശരിയായ ദിശയിലേക്ക് നയിക്കുന്നുണ്ടായിരുന്നു. ഒരു തടസ്സം വരുമ്പോൾ അതല്ല വഴി, ഇതാണ് വഴി എന്ന് ദൈവം പറഞ്ഞു തരുന്നത് പോലെയുള്ള അനുഭവങ്ങൾ ഇവരുടെ ഈ സമൂഹത്തിൻ്റെ സ്ഥാപനത്തിന് പിന്നിലുണ്ട് എന്ന് ഞാൻ നേരിട്ട് മനസ്സിലാക്കിയിട്ടുള്ള സത്യമാണ്. എല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ സന്യാസ സമൂഹം, ഈ അപ്പസ്തോലിക ജീവിത ക്രമം കർത്താവിന് പ്രീതികരമായൊരു ക്രമമാണ് എന്ന കാര്യത്തിൽ എനിക്കൊരു സംശയവുമില്ല. അവരെ ദൈവം വളർത്തും എന്ന കാര്യത്തിലും എനിക്ക് ഉറപ്പുണ്ട്. കാരണം അവർ ചെയ്യുന്നത് സുവിശേഷത്തിൻ്റെ അന്തസത്തയെ ജീവിക്കുന്ന ജീവിത ശൈലിയാണ്. അവർ ഈ ഭൂമിയിൽ സാക്ഷ്യം വഹിക്കുന്നത് നമ്മുടെ കർത്താവിൻ്റെ രക്ഷകനുമായ ഈശോയുടെ നിസ്വമായ ജീവിതത്തിൻ്റെ ജ്വലിക്കുന്ന മാതൃകയാണ്. അതുകൊണ്ട് അത് വിജയിക്കാതിരിക്കാൻ തരമില്ല, അതിന് പരാജയപ്പെടാൻ സാധിക്കില്ല എന്നുള്ളത് സത്യമാണ്. ഈ കൂട്ടായ്മയ്ക്ക് എല്ലാ ദൈവാനുഗ്രഹങ്ങളും നേരുന്നു. ഇവരുടെ സ്ത്രീ വിഭാഗമുണ്ട്, അവരും ഇവിടെ വന്നിട്ടുണ്ട്. അവരും ഇതുപോലെ ഒരു സമൂഹത്തിൻ്റെ നൈയാമികമായ അംഗീകാരത്തിൻ്റെ പാതയിലാണ്. ദൈവം തിരുമനസ്സാകുന്നെങ്കിൽ നിങ്ങളുടെ കാര്യങ്ങൾക്കും ഉടനെ തീരുമാനമുണ്ടാകും എന്ന വിചാരത്തോടെ, വിശ്വാസത്തോടെ നമുക്ക് ഈ ശുശ്രൂഷയുടെ വഴിയിലായിരിക്കാം. സ്വർഗത്തിലിരുന്നു കൊണ്ട് പ്രിയപ്പെട്ട കുറ്റിക്കലച്ചൻ താൻ ഏറെ ആഗ്രഹിച്ച ഈ ഒരു കാനോനിക പദവി തൻ്റെ സമൂഹത്തിന് ലഭിക്കുന്നതിൽ സന്തോഷിക്കുന്നുണ്ട് എന്ന് നമുക്ക് ഉറപ്പിക്കാം. ഇതിനുവേണ്ടി ഒരുപാട് പേര് അധ്വാനിച്ചു. ഇതിൻ്റെ നിയമാവലിയും അതുപോലെ ഭരണഘടനയും ഒക്കെ രൂപീകരിക്കാൻ വേണ്ടി കാനൻ നിയമ വിദഗ്ധര് ഒരുപാട് പേര് ഇതിനു വേണ്ടി കഷ്ടപ്പെട്ടിട്ടുണ്ട്. അവരെല്ലാവരെയും ഞാൻ പേരെടുത്ത് പറയാൻ ഇപ്പോൾ എല്ലാവരുടെയും പേര് ഞാൻ ഓർക്കാത്തതുകൊണ്ട് ആരുടെയും പേര് പറയുന്നില്ല. അതുപോലെ തന്നെ നമ്മുടെ അതിരൂപതാ കേന്ദ്രത്തിലെ ചാൻസലർ അച്ഛൻ്റെ നേതൃത്വത്തിൽ ഒരുപാട് കത്തിടപാടുകൾ ഇതുമായി ബന്ധപ്പെട്ട് അച്ഛൻ നടത്തിയിരുന്നു. അച്ഛനെയും ഞാൻ നന്ദിയോടെ സ്നേഹത്തോടെ ഓർക്കുന്നു. ഈ ഒരു സംരംഭത്തിന് വേണ്ടി വലിയ ത്യാഗപൂർണമായ ശുശ്രൂഷ ചെയ്ത എല്ലാവർക്കും ദൈവം സമൃദ്ധമായി അനുഗ്രഹം നൽകട്ടെ എന്ന പ്രാർത്ഥനയോടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ